ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന റാഹത്താണോ? കമന്റ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ 2-3 ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് വീഡിയോസ് ഇടാൻ കണ്ടന്റ് ഒന്നും കിട്ടാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ഷാജിക്കെതിരെ നമ്മള് ജസ്ന കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ അറിയാലോ, ഷാജിയുടെ പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും പറയണമെന്നില്ലല്ലോ. വെറുതെ അവളുടെ കുഴി തന്നെ തോണ്ടി. പിന്നെ തെറ്റ് ചെയ്തവരെന്നായാലും ശിക്ഷിക്കപ്പെടും. അതിപ്പോ നമ്മൾ എത്ര മറച്ചു വെച്ചാലും അത് എന്തെങ്കിലുമൊക്കെ പുറത്തു വരും. ഇതിപ്പോ ഷാജിദയുടെ കുഴി തോണ്ടിയേക്കുവാണ്. ഇപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് സുഫി സഫർ എന്ന് പറയുന്ന ചാനലില് ആഷിഖ് എന്ന് പറയുന്ന ആൾ എനിക്ക് വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. സഫർ വന്നിട്ട് എനിക്ക് കമന്റ് ഇട്ടേക്കുവാണ്, നിങ്ങൾ എല്ലാരും കൂട്ടിയിട്ട് കുട്ടിയുടെ ജീവിതം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചപ്പോ നിങ്ങൾക്ക് സമാധാനമായില്ലേ? ഞാൻ പിന്നെ കമന്റിന് റിപ്ലൈ ആയിട്ടൊന്നും വീഡിയോ ആയിട്ട് വന്നില്ല. എന്താന്ന് വെച്ചാൽ കാര്യമില്ല. അവരവരുടെ കുഴി അവരവരാണ് തോണ്ടിയേക്കുന്നത്. അല്ലാണ്ട് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയും, ശരിയാണെങ്കിൽ ശരിയെന്ന് പറയും. ഞാൻ അയാളെ കമന്റ് ഹൈഡ് ചെയ്ത് കളഞ്ഞു. എന്തിനാ വെറുതെ വീണ്ടും വീണ്ടും ഞാൻ അയാളെ പറ്റിയിട്ട് വീണ്ടും വീഡിയോ ചെയ്യുമ്പോൾ അയാൾക്കത് എന്താ ദേഷ്യവും കാര്യങ്ങളൊക്കെ അല്ലേ ആവത്തുള്ളൂ. ഞാൻ അയാളെ ചാനലിൽ ഇപ്പം പോകുന്നില്ല, കമന്റ് കാര്യങ്ങളും ഇടാം. പിന്നെ എന്തിനാ എൻ്റെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നത്? ഞാൻ എന്തെങ്കിലും പറയാൻ വേണ്ടിട്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. റൌഫിന്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുള്ള ആ വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് ഈ ഷാജിദ ഇങ്ങനെ വേറൊരു യൂട്യൂബറിനെ വെച്ചിട്ട് ആ പെൺകുട്ടിക്ക് 3 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നേക്കുന്നത്. അതിന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട്, അത് നമുക്ക് കണ്ടു നോക്കാം. ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി. കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ, പിന്നെ ഇയാൾ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവരുടെ വീഡിയോസും അപ്പൊ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ എന്നെ പറ്റിച്ചു. ഇതുപോലെ വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോൾ എൻ്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല്. അവളുടെ ഹസ്ബൻഡ് വരലുണ്ട്. അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു, ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു, അങ്ങനെ അവളായിട്ട് വഴക്കായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ലക്ഷം രൂപ ആ പെണ്ണിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ച് ഇയാൾ പൈസ അയച്ചു കൊടുക്കുക, പിന്നെ ഇയാള് ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇയാള് ശരിയാവില്ല, ഇത് നല്ലതല്ല. കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് വരാം. ജസ്നാന്റെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്തു. ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങായിനായിട്ട് മീറ്റ് ചെയ്യാനാണ്. ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ്. അവള് ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രശ്നം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജസ്നാന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽ പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടെ നിൽക്കുന്ന ആൾക്കാരനൊക്കെ ഇങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ്, അവളൊരു യൂട്യൂബറാണ്. അപ്പൊ അവളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. നാട്ടിൽ വന്ന അവളുടെ കാറും കൊണ്ട് അലയിലുണ്ട്. ഞാൻ മറ്റേ എന്താണ് വീഡിയോ എടുക്കണ ജിംബൽ അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ, വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം. നമുക്ക് യൂട്യൂബ് കൈകാര്യം ചെയ്യേണ്ടി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകെയുള്ള ഒരു സെൽഫി സ്റ്റിക്കും വേറെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ഏകദേശം അയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് അവളെ വിട്ടപ്പോൾ എന്നെ പിടിച്ചതാണ് സംഭവം. എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് അയാളുടെ ക്യാരക്ടർ അനുസരിച്ച്. ഷാജിദ വന്നിട്ട് ജസ്ന എന്ന ഒരു പേര് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു യൂട്യൂബറായ ജസ്ന. അപ്പൊ എല്ലാവരും മറ്റേ കൃഷ്ണനെ വരയ്ക്കുന്ന ജസ്ന എന്ന് കരുതിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് വന്നിട്ട് വീണ്ടും ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ജസ്ന അല്ല ഈ ജസ്നയാണെന്ന് പറഞ്ഞ് പിക്ക് സഹിതം വെച്ചിട്ടാണ് ഷാജിദ വീഡിയോ ചെയ്തത്. അപ്പോ ഇപ്പോൾ ആ ജസ്ന കേസിന്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ എന്തായാലും മാനനഷ്ടത്തിന് ഷാജിദയ്ക്ക് നല്ലൊരു തുക കൊടുക്കേണ്ടി വരും. ആരും എന്താ പറയുക, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ
ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വിളിച്ച് പറയുമ്പോൾ ഇച്ചിരിയെങ്കിലും ഒരു ഇത് വേണ്ടേ? ഒന്നേ അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. ഇതിപ്പോ ആരോ ഒരാൾ പറഞ്ഞത് വെച്ചിട്ട് ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞാൽ എന്തായാലും അനുഭവിക്കുക.